ഹേ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി ട്രാവലിംഗ് വീഡിയോ ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. വേറെ എവിടേക്കല്ല, തമിഴ്നാട്ടിലുള്ള ഏർവാടിക്കാണ് പോകുന്നത് കേട്ടോ. നമ്മളെ കൂടെ ഒത്തിരി പേര് ആൾക്കാരുണ്ട്. 8 വണ്ടി ആൾക്കാർ, എയർ ബസ് ഉണ്ട്. നമ്മൾ 7ാമത്തെ വണ്ടിയിലാണ്. അപ്പോൾ രാവിലെ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. 7 മണി എന്നൊക്കെ പറഞ്ഞെങ്കിലും 7:30 ആയിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. പിന്നെ ഒരു 8 മണി 8:30 ആയപ്പോൾ അവിടെ എത്തി. ഫസ്റ്റ് എത്തിയത് നമ്മളാണ് കേട്ടോ. അങ്ങനെ അവരെ വണ്ടിയിൽ തന്നെ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വണ്ടിയിൽ 50 ആൾക്കാരാണ് കേട്ടോ ഉള്ളത്. രാവിലത്തെ ചായക്കുടി ഒരു ലേറ്റായിട്ട് കഴിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഒരു പള്ളിയിൽ നിർത്തും ഉച്ചയ്ക്ക് വേണ്ടിയിട്ട്. അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഈ ഫ്ലൈ വീല് കണ്ട മനസ്സിലാവും തമിഴ്നാട് എത്തിയെന്ന്. ഇതാണ് കാറ്റാടി എന്ന് പറയാറുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാണാൻ. വണ്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവാനും അങ്ങനെ വാശിയില്ല, ഫുൾ ടൈം ഉറക്കമായിരിക്കും. നമ്മൾ എത്തുമ്പോൾ എന്തായാലും പുലർച്ചെ ആവുമെന്നറിയുക. അതുകൊണ്ട് ഞങ്ങൾ ഇവാനിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. അവിടെ എത്തി, നമ്മൾ പുലർച്ചെ എത്തി, സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേന്നുള്ള വീഡിയോ ആണ് കേട്ടോ ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഉള്ള വീഡിയോ ആണ്. 5 മണിക്ക് സുബൈക്ക് 5 മണിക്ക് മൗലൂദാണ്. നമ്മളെ കൂടെ വന്ന് എല്ലാവരും പോയിട്ടുണ്ട്. പിന്നെ ഇവാനും ഉറങ്ങി എനിക്ക് ലേറ്റ് ആയിട്ടുള്ളതുകൊണ്ട് ഞാനും ഇവാനും മാമിയും ഫാറൂഖൊക്കെ ഇപ്പോഴാണ് കേട്ടോ പോണത്. ഞാൻ ഏർവാടി വന്നിട്ട് ഏറ്റവും നീറ്റും ക്ലീനായ ഒരു ഹോട്ടൽ കണ്ടങ്ങ ഈ ഒരു വിൽസൺ പാർക്കാണ് കേട്ടോ. ഇവിടെ ഒട്ടും നീറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എവിടെ നിന്ന് ഫുഡ് കഴിക്കുന്ന ആലോചിച്ചടക്കുമ്പോഴാണ് ഈ ഒരു കുഞ്ഞൊരു കട കണ്ടത് കേട്ടോ. ഒരു മോളും അതിൻ്റെ അമ്മയും കൂടിയിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യണം കണ്ടപ്പോൾ നല്ല രസം തോന്നിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയാണ് കേട്ടോ ഉള്ളത്. ഏത് സ്നാക്സിനും 5 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് അവിടെ നിന്ന് മുളക് ബജിയും മുട്ട ബജിയും കായ ബജിയും ഒക്കെ കഴിച്ചു. പിന്നെ നമുക്കവിടെ ഇരിക്കാനും സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉള്ളിലൊക്കെ എന്തൊക്കെയോ ഇഡ്ഡലിയും ദോശ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മളതൊന്നും വാങ്ങിച്ചില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കളറ് കൂടിയാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആ മോൾക്ക് നമ്മൾ ഒരു ചെറിയൊരു ക്യാഷൊക്കെ കൊടുത്തിട്ടാണ് പോകുന്നത്. ഉള്ളതിൽ വെച്ചിട്ടൊരു വൃത്തിയുള്ളത് ഏർവാടിയിൽ എനിക്ക് ഇതും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഉച്ചയായപ്പോൾ നമ്മളെ കൂടെ വന്ന ഉസ്താദിൻ്റെ വക ഏർവാടിയിലുള്ള പാവപ്പെട്ടവർക്കുള്ള ഫുഡ് ഉണ്ടായിരുന്നു. അപ്പം നമുക്കും ഫുഡുണ്ട്. നമ്മൾ ആരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഫുഡുണ്ട്. കൂപ്പൺ രാവിലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ചോറായിരുന്നു. ഇതും നമുക്ക് 2 ദിവസം ഉള്ളതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്കും ഒന്നും വേറെ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാത്രി നമ്മൾ ഈ ഒരു ഫുഡ് തന്നെയാണ് കേട്ടോ എല്ലാവരും കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയധികം ഫുഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ബിരിയാണി എന്ന് പറഞ്ഞാൽ തക്കാളി അങ്ങനെ ഐറ്റംസൊക്കെ ഇട്ടിട്ട് ഒരു മിക്സഡ് ആണല്ലോ. അതെനിക്ക് ഒരു സ്പൂണ് കഴിച്ചപ്പോൾ തന്നെ മടുത്തുണ്ടായിരുന്നു അന്ന്. അപ്പോൾ നമ്മളെ നാട്ടിലത്തെ ഫുഡാണല്ലോ നമുക്ക് എന്നും പ്രയോരിക്കും. അപ്പോൾ നമ്മളെ ഫുഡാകുമ്പോൾ നമ്മൾ രാവിലെ അത് കഴിച്ചു, രാത്രി അത് കഴിച്ചു. കംപ്ലൈൻ്റ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം ചെമ്പുകളിൽ നമ്മൾ ദമ്മിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫുഡ് കംപ്ലീറ്റ് ഇവിടെ കൊടുക്കാനുള്ളതാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഓട്ടോയിൽ വരുമ്പോൾ കണ്ടാണ് കുതിരകളൊക്കെ. പിന്നെ അവിടുന്ന് കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങിച്ചു. രാത്രി നമ്മൾ റൂമിൻ്റെ ബാക്കിൽ വന്നിരിക്കുകയാണ് കേട്ടോ. സാധാരണ ഞാൻ ഏർവാടിക്കൊക്കെ വരുന്ന ടൈമിൽ റൂമിൻ്റെ നിലത്ത് കാലൂത്താൻ പറ്റില്ല, വൃത്തിയില്ലാഞ്ഞിട്ട് നമ്മൾ നടക്കാൻ തന്നെ അറപ്പായിരിക്കും. പക്ഷേ ഈ ഒരു റൂമെന്ന് പറഞ്ഞാൽ പുറത്ത് വന്നിരിക്കാം. ഇത് ബാക്ക് ഭാഗമാണ്, സ്വിമ്മിങ് പൂള്. നമ്മളെ വണ്ടികളാണ് ഈ കംപ്ലീറ്റ് കിടക്കുന്നത്. ഞങ്ങൾ റൂം ഇത്രയും നീറ്റായതുകൊണ്ട് റൂമിലിരുന്ന് ഫുഡ് കഴിക്കണം എന്ന് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്കിൽ വന്നിടുക. ഈ ഒരു കമ്പി ഇട്ടിട്ടില്ലേ, അതുമ്പോൾ വന്നിരുന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ നിന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. പിന്നെ അലക്കിയതൊക്കെ തോരിടാൻ നമുക്ക് ഇവിടെ 2-3 അയലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു ടീം വന്നിട്ട് അവരിതാ ഫുഡൊക്കെ കുക്ക് ചെയ്യാണ്. അതിനുള്ളൊക്കെ ഫെസിലിറ്റീസ് ഈ ഒരു ഹോട്ടലിലുണ്ട്. ഫറ കഴിക്കണത് മസാല ദോശയാണ്. നമ്മൾക്ക് നെയ്ച്ചോറ് ഇനി വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇവിടെ പിന്നെ ദോശ ഐറ്റംസിനൊന്നും ക്ഷാമല്ലല്ലോ. അപ്പം ഞാൻ ഈ വാനുവിനായിട്ട് ഇതാ പൂള് കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. പൂള് യൂസ്ഡ് അല്ല, പൂള് ക്ലോസ്ഡ് ആണ്. പൂളിൽ എന്തോ പ്രശ്നമുണ്ട്. ഇപ്പോഴും ആൾക്കാർ വരുന്നതുകൊണ്ട് പൂൾ ഓപ്പൺ ആക്കിയിട്ട് ശരിയാവില്ലല്ലോ. 2 ദിവസം 3 ദിവസത്തിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ ആൾക്കാർ വരുന്നത്. അപ്പോൾ പൂള് ക്ലോസ്ഡ് ആണ്. അല്ലാത്തപ്പോൾ AC റൂംസും ഉണ്ട്, AC അല്ലാത്തതുകൊണ്ട്. നമ്മളെടുത്ത റൂമിന് 700 ആയിരുന്നു. പിന്നെ AC ഉള്ള റൂമിന് എത്രയെന്ന് എനിക്കറിയില്ല, 1000 ആണെന്ന് തോന്നുന്നു. എന്തായാലും റൂം കൊണ്ട് ഹാപ്പിയാണ്. പിറ്റേ ദിവസം നമ്മളിതാ വാൽനോക്ക് കാണാൻ പോവാണ്. നെക്സ്റ്റ് സിയാറത്തിന്. അതിനിടയ്ക്ക് നമ്മൾ ഒരുപാട് സിയാറത്തുകളൊക്കെ ചെയ്തു. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ ഓരോരുത്തരുടെ കാര്യങ്ങളായതുകൊണ്ട് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ സുബൈക്ക് 6 മണിക്ക് തന്നെ പോയിട്ടുണ്ട്. കാരണം തിരിച്ച് വരുമ്പോൾ നല്ല വെയിലാവും, പിന്നെ നടക്കാൻ പറ്റില്ല. നമ്മളെ വണ്ടി പകുതി ദൂരം വരുള്ളൂ. ഒരു 3-4 കിലോമീറ്റർ നമ്മൾ ഇങ്ങനെ ഉൾഗ്രാമത്തിൽ കൂടെ നടക്കണം. അതിൽ കൂടെ വണ്ടി പോലെ ഓട്ടോ പോകും. അപ്പോൾ ഈ 8 ബസ്സിന് ഓട്ടോ കിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒരുപോലെ നടക്കുകയാണ്.
അത്യാവശ്യം ദൂരം നടക്കാണ്ട് കേട്ടോ. ഫുള്ള് വേസ്റ്റും കച്ചറകളൊക്കെയാണ്. കുട്ടികളൊക്കെ ഇങ്ങനെ മദ്രസ വിട്ടിട്ടൊക്കെ വരുന്നുണ്ട്. പോണ വഴി കംപ്ലീറ്റ് ആടുകളാണ് കേട്ടോ. എവിടെ നോക്കിയാലും ആടാണ്. ഇവിടേക്ക് മുമ്പ് ഞാൻ ശരിക്കും വന്നപ്പെട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് പൂഴിയിൽ നടന്നു കഴിഞ്ഞാൽ കാലിങ്ങനെ കുഴയണ പോലെ ഫീൽ ചെയ്യും. അതിനിടയ്ക്ക് അവൾ ഉറക്കവും കാര്യങ്ങളും. ഇപ്പോൾ ഒന്നും കുഴപ്പമില്ല, വരുന്ന ടൈമിലായിരുന്നു കേട്ടോ. ഇവിടെ ആടുകൾ ഇത്ര അധികം ഉണ്ടെങ്കിലും 1 കിലോ മട്ടൻ ഇവിടെ 1000 രൂപയാണ് കേട്ടോ റേറ്റ്. ജസ്റ്റ് ചോദിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞത്. അത് നുണയാണോ സത്യമാണോന്ന് അറിയില്ല, പക്ഷെ ഇവിടെ 1000 രൂപയാണെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് മട്ടൻ kgക്ക്. ഇപ്പം നല്ല തണുപ്പും നല്ല കാലാവസ്ഥ ആയിരുന്നു. കാരണം പുലർച്ചെ 6 മണി നേരമാണല്ലോ. വരുമ്പോഴാണ് നല്ല ചൂടും കാര്യങ്ങളൊക്കെ. കുട്ടികൾ മദ്രസയ്ക്ക് പോവാണ് നേരമാണ് കേട്ടോ, വിട്ട് വരല്ല, പോകണ നേരമാണ്. ഞാൻ പറഞ്ഞില്ലേ കംപ്ലീറ്റ് ആടുകളാണ്. പിന്നെ ഒപ്പം മയിലുകളൊക്കെ ഉണ്ട്. നല്ല നല്ല രസമുണ്ട്. നീറ്റാക്കി കഴിഞ്ഞാൽ കാണാൻ ഒത്തിരിയുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ അത്രയും കച്ചറായിട്ടൊക്കെ എടുക്കണത്. പിന്നെ നമ്മൾ വെള്ളത്തിൻ്റെ കുപ്പിയൊക്കെ ആയിട്ടാണ് പോണത്. അവിടെ ഒരു കടലിൻ്റെ തൊട്ടടുത്തൊരു കിണറുണ്ട്. അപ്പോൾ ഇന്ന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ ക്യാനൊക്കെ ആയിട്ടാണ് പോണത്. അതാ കണ്ടില്ലേ, കംപ്ലീറ്റ് ഇവിടെ വേസ്റ്റാണ്. പക്ഷെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യണില്ല. പക്ഷെ ഒരു ഭാഗം കംപ്ലീറ്റ് കച്ചറായിട്ടാണ് ഈ ഒരു ഭാഗം കിടന്നിരുന്നത്. ആ ഒരു ഭാഗം കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് കംപ്ലീറ്റ് ഒരു ടൗൺ ഏരിയ പോലെ കിട്ടി. അതായത് ചുറ്റും വീടുകളായിട്ടുള്ള നല്ലൊരു നീറ്റ് പ്ലേസാണ് കേട്ടോ. ഒരു വീട്ടിൽ നിന്ന് കുറേ ലേഡീസ് തലയിൽ കുറേ മണലൊക്കെ ആയിട്ട് ഓരോ വഴിക്ക് പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു മതിലെന്ന് പറഞ്ഞാൽ പനയാണെന്ന് തോന്നുന്നു. പന തന്നെയാണ്. ഈ ഒരു ഭാഗത്ത് വീട്ടിൽ വളർത്തുന്ന ആടുകളൊക്കെയാണ്. ആ ഒരു വീട്ടിലൊരു കല്യാണം നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാമി എനിക്കിങ്ങനെ കാണിച്ചു തരാണ് അവിടെ കല്യാണം നടന്നിട്ടുള്ള കാര്യം. ഇവിടെയും കംപ്ലീറ്റ് ആടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഇനി ഇവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ വീടൊന്നും ഇല്ലാതെ ഒരു മരുഭൂമി പോലത്തെ ഒരു പ്ലേസ് കിട്ടും. അവിടുന്ന് ഇങ്ങോട്ട് അതിൻ്റെ സൂചനയായിട്ടാണ് ഇവിടെ ആൾക്കാർ ഇങ്ങനെ ക്യാഷിന് വേണ്ടിയിട്ട് ഇരിക്കണത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മളെ കൊടിമരം, അവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വരണേനും വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു കടലിൻ്റെ അപ്പുറത്ത് നോക്കിയാൽ നമുക്ക് ശ്രീലങ്ക കാണാം, സിലോൺ കാണാം എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ മാപ്പ് എടുത്ത് നോക്കിയപ്പോഴും ശ്രീലങ്ക തന്നെയാണ്. ഇവിടെ 2 കടലായതുകൊണ്ട് ഒരു കടലിന് നല്ല ഡാർക്ക് ബ്ലൂ കളറും പിന്നെ ഒരു കടലിന് ലൈറ്റ് ബ്ലൂ കളറാണ് കേട്ടോ. ഇവരൊക്കെ നമ്മളെ കൂടെ വന്നവരാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ അത്തോളം ചെരുപ്പ് ഇട്ടു. പിന്നെ ഇനി ആ ഭാഗം എത്തുമ്പോൾ ചെരുപ്പിടാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ചെടിയുടെ അടിയിൽ ചെരുപ്പൊക്കെ വെച്ചിട്ട് നമ്മൾ പോയി. ഇപ്പം വെയിലൊക്കെ നന്നായി അത്യാവശ്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. ശ്രീലങ്ക ഞാൻ കാണിച്ചു തരാം. ഞാൻ മാക്സിമം സൂം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗമാണ് കേട്ടോ ശ്രീലങ്ക ഉള്ളത്. അപ്പോൾ ഞാൻ സൂം ചെയ്ത് കാണിച്ചതാണ്. ഒത്തിരി പേര് പറഞ്ഞായിരുന്നു. പിന്നെ മാപ്പിൽ നോക്കിയപ്പോൾ സംഭവം കറക്റ്റ് തന്നെയാണ്, ശ്രീലങ്ക തന്നെയാണ്. ഇനിയും വന്നത്ര നടക്കാനുണ്ട്. ആ ഒരു ഓടിട്ട ഷീറ്റുള്ളതാണ്, നമ്മൾ അവിടെ എത്തണം. പിന്നെ എന്ന് പറഞ്ഞാൽ കൂടെ ഉള്ളവരൊക്കെ സിയാർത്ത് കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. ഞങ്ങളാണ് ഏറ്റവും ബാക്കിലുള്ളത്. എന്ന് വെച്ചാൽ ഇവാനുള്ളവനെ കൊണ്ട് അവിടെ നമുക്ക് തന്നെ നടക്കാൻ പറ്റണില്ല. പിന്നെ കുഞ്ഞുമക്കളെ കാര്യം പറയണ്ടല്ലോ, തീരെ നടക്കാൻ പറ്റില്ല അവർക്ക്. ഇവിടെ ഒരുപാട് ചരിത്രങ്ങളുള്ളൊരു സ്ഥലമാണ്. അത് ഒരുപാട് പേർക്ക് അറിയാം, ഞാനായിട്ട് ഇനി പറയണില്ല. അങ്ങനെ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപാട് സ്ഥലമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇവിടെയാണ് കൊടിമരം. ഈ ഒരു കൊടിമരമാണുള്ളത്. ഇവിടെ ഒത്തിരി പേര് വരാറുണ്ട്. പിന്നെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് പറയേ വേണ്ട, നല്ല തിരക്കായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ പോയി ഇനിയൊരു ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ നൂഡിൽസാണ് വാങ്ങിച്ചിട്ടുള്ളത്, ചിക്കൻ നൂഡിൽസ്. ഇവാന് പിന്നെ അത് കഴിച്ചോളും. അങ്ങനെ ഞങ്ങളിതാ തിരിച്ചു പോവാണ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട്. ഇനിതാ പിറ്റേന്നുള്ള വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളിതാ മുത്തുപേട്ടയിലെത്തി തിരിച്ച് വരികയാണ്. മുത്തുപേട്ടയിലെത്തി 2 ദിവസം നമ്മൾ ഏർവാടി നിന്നു. ഇനിയിപ്പോൾ മുത്തുപേട്ടയിലാണ്. മുത്തുപേട്ട സിയാർത്ത് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു കുൽഫി ഐസ്ക്രീം കണ്ടത്. 15 രൂപ അങ്ങോട്ടാണ്. പക്ഷെ നല്ല നീറ്റും ക്ലീൻ ആയതുകൊണ്ട് വാങ്ങിച്ചതാണ്. ഈ ഒരു ചൂട് ക്ലൈമറ്റ് ആയതുകൊണ്ട് ആൾ കൊണ്ടുവന്ന കുൽഫി കംപ്ലീറ്റ് നമ്മളവിടെ തന്നെ സെയിലായിട്ടുണ്ട്. ഒരു 10-100 എണ്ണം സെയിലായിട്ടുണ്ട്. ഇതിൽ കാണുന്ന പോലെയല്ല, വീണ്ടും ആൾ 2ാമത്തെ സ്റ്റോക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഇവാനും ഇവിടെ കളിയും ചിരിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നല്ല ക്ഷീണമുണ്ട്. രാത്രി 2 ദിവസമായിട്ട് ഉറങ്ങാത്തതിൻ്റെതും. ഇവാന് നല്ല ലേറ്റായിട്ടാണ് ഉറങ്ങുക. പിന്നെ നമ്മളിതാ ഇനി നാവൂർക്കാണ് പോണത്. അതിനിടയ്ക്ക് നമ്മളൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. നമ്മളെ വണ്ടി മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള വണ്ടികളൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഈ ഷുഗർ ഉള്ള ആൾക്കാർക്കൊന്നും ഫുഡ് കഴിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുള്ളതാണ്. കഴിച്ചതിൽ വെച്ചിട്ട് ഈ റെസ്റ്റോറൻറ്റും സൂപ്പറാണ് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ മീൽസും സീ ഫുഡാണ് ഐറ്റംസാണ് ഏറ്റവും കൂടുതലുള്ളത്. നമ്മൾ സീ ഫുഡ് ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല, നോർമൽ ചോറും കാര്യങ്ങളൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. മീൽസിന് എത്രയാണ് 120 രൂപ കണ്ടാട്ട്. പക്ഷേ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഈ തമിഴന്മാരെ ഈ പൊന്നിയേരി ഇല്ലേ, അതൊട്ടും ഇഷ്ടമില്ല. ബാക്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും ഞാൻ. പിന്നെ ഞങ്ങളിത് നാവൂർ എത്തിയിട്ടുണ്ട്. നാവൂർ ബസ് ഇറങ്ങിയിട്ട് നമുക്ക് അത്യാവശ്യം ദൂരം നടക്കാനുണ്ട്. കാരണം ബസ്സുകളൊന്നും ഇവിടെ എത്തില്ല. അങ്ങനെ ഇവാനും ഈ നേരമായപ്പോൾ നല്ല ഉറക്കമായിട്ടുണ്ട്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 5:30-6 മണി ആയിട്ടുണ്ട്. ഇനി മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്കൊരു ചെറിയ മൗലൂദൊക്കെ കഴിഞ്ഞ് ഇശാ നിസ്കാരത്തിന് ശേഷം നമ്മൾ വണ്ടിയിൽ കയറും. പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ വീട്ടിലെത്തുക.
ഇവിടെ എന്ന് പറഞ്ഞാൽ ആദ്യം ഒട്ടും വൃത്തിയില്ലാത്തൊരു പ്ലേസ് ആയിരുന്നു. ഇപ്പം അതാ നീറ്റായിട്ട് വരുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഇനി കഴിഞ്ഞതിൻ്റെ മുൻപത്തെ കൊല്ലം ഇവിടെ വന്നപ്പോൾ ഈ റോഡിലൊന്നും നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഫുള്ള് വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ മാഷാഅല്ലാഹ് നല്ല നീറ്റായി വന്നിട്ടുണ്ട്. കുറച്ച് ദൂരം നടന്നപ്പോൾ നമ്മൾ പള്ളി എത്തിയിട്ടുണ്ട്. പള്ളിയുടെ ഫ്രണ്ടിൽ നമ്മൾ ചെരുപ്പ് ഊരിയിടണം. നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് ചെരുപ്പ് ഹോൾഡ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നല്ല കള്ളന്മാരുണ്ടാവും. പള്ളിയിൽ കയറി വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു പാലും പഴമൊക്കെ ഇട്ടിട്ട് ഒരു മിക്സ് കിട്ടിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നാവൂര് പള്ളിയിലെ ഏർവാടി പള്ളീനേക്കാളും കച്ചവടക്കാർ കൂടുതലും ഒരുപാട് സാധനങ്ങൾ സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ എന്തായാലും വാങ്ങിച്ചു പോകും. ഞാനൊരു ഹാൻഡ് ബാഗും പിന്നെ ഇവാനുവിന് കുറച്ച് കളിക്കുന്ന ഐറ്റംസും പിന്നെ മാമിയും ഹാൻഡ് ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറേ സാധനങ്ങൾ നമ്മൾ എന്തായാലും വാങ്ങിച്ചു പോകും. നല്ല ഹാൻഡ് ബാഗാണ് കേട്ടുള്ളത്. കണ്ടില്ലേ, റേറ്റ് നോർമൽ റേറ്റിന് നമ്മൾ മീഷോന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങണ സെയിം റേറ്റ് തന്നെ ഉള്ളൂ. പക്ഷെ നമ്മളിത് കണ്ട എന്തായാലും വാങ്ങിച്ചു പോകും. ഞാൻ കഴിഞ്ഞ വട്ടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്രാവശ്യം വാങ്ങിച്ചു. ഒരു കടയിൽ കണ്ട സെയിം പീസല്ല മറ്റൊരു കടയിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നല്ല സെലക്ഷൻ തോന്നിക്കും. ഞാൻ 2 റൗണ്ട് തിരിഞ്ഞ് കളിച്ചിട്ടാണ് പിന്നെ ഏതാ എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനെടുത്ത ബാഗ് ഇട്ടിട്ടാണ് ഞാൻ ഇനിയുള്ള വീഡിയോയിലൊക്കെ വരുന്നത്. അത് നിങ്ങൾക്ക് കാണാം. നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ് കേട്ടോ. ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചൊരു ബാഗാണ്. എങ്ങനെ ഉണ്ടാവും എന്നറിയാത്തതാണ് വാങ്ങാതിരുന്നത്. അങ്ങനെ നമ്മൾ നാവൂര് സിയാറത്തൊക്കെ കഴിഞ്ഞു. 8 മണി 9 മണിയാകുമ്പോൾ കറക്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കുകയും കൂടി ചെയ്താൽ നമ്മളെ സിയാറത്ത് ഈ കൊല്ലത്ത് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴും ഫുള്ള് കച്ചവടക്കാരാണ്. പക്ഷേ ബെസ്റ്റ് പാട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളവിടെ കിട്ടാത്ത ഒരുപാട് കുഞ്ഞു കുഞ്ഞു ക്ലിപ്പുകളും സ്ലൈഡുകളൊക്കെ ഇവിടെ കിട്ടും. അതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. ഫോൺ ചാർജ് ചെയ്തതിന് ശേഷമാണ് വീണ്ടും വീഡിയോ എടുക്കുന്നത് കേട്ടോ. കഴിഞ്ഞ കൊല്ലം വന്നപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ബീഫ് ബർഗർ 30 രൂപ ഉള്ളൂ കേട്ടോ. ബീഫ് സാൻഡ്വിച്ചാണ് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം സ്പോട്ടിൽ ഇപ്പോൾ വീണ്ടും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചു. 4 ബർഗറാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സാൻഡ്വിച്ചാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ബീഫിൻ്റെ എന്തോ സംഭവം എന്നറിയില്ല. ചെറിയ പീസാക്കിയിട്ട് അത് കഴിക്കുകയാണ് കേട്ടോ. ഇവിടെ നല്ല തിരക്കുണ്ട്, അതുകൊണ്ടാണ് വാങ്ങിച്ചത്. ഒരു സ്ട്രീറ്റ് ഫുഡ് ഐറ്റം എന്നൊക്കെ പറയാം. മയോണയും കെച്ചപ്പൊക്കെ അടുത്ത് തന്നെ വെച്ചിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ചു കഴിഞ്ഞിട്ടാണ് മാമ ഞങ്ങളൊന്ന് ചീത്ത പറഞ്ഞത്. ഇങ്ങനത്തെ ഒന്നും സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കരുത്, വയറിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചിട്ട്. അതും ശരിയാണ്. പക്ഷെ നമ്മൾ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് എന്തായാലും വാങ്ങിച്ചു. പക്ഷെ സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു. മാമാക്കൾ ഞങ്ങൾ പാഴ്സൽ കൊണ്ടുപോയി ചെയ്തത് കേട്ടോ. മാമി ഇവാനുവിന് ഇനിയും വേണമെന്ന് ചോദിക്കുകയാണ്. ഇവാനു സാൻഡ്വിച്ചിനല്ല, ഫോണിന് വേണ്ടിയിട്ടാണ്. വേറെ ഫോൺ കണ്ടിട്ടാണ് റോട്ടിൽ കൂടെ നടക്കുന്നത്. അല്ലെങ്കിൽ നടക്കില്ല. അപ്പോൾ ഞാൻ ഫോണ് ഒരു കയ്യിൽ കൊടുത്തിട്ട് ഞാൻ ഹോൾഡ് ചെയ്തിട്ട് കൊണ്ടുപോവാണ്. ഒരാളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നാവൂര് കഴിഞ്ഞു. ബസ്സിലൊക്കെ കയറി നമ്മളൊരു പകുതി സ്ഥലത്തെത്തിയപ്പോൾ നമ്മളെ ബസ്സിൻ്റെ, അതായത് 2ാം ബസ്സിൻ്റെ ടയറൊന്ന് പൊട്ടിയിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ബസ്സുകളൊക്കെ അവിടെ ഹോൾഡ് ചെയ്ത് നിർത്തി എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെല്ലാവരും ഹെൽപ്പ് ചെയ്തു. ഇത്രയും വണ്ടി ആൾക്കാരുണ്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ആ വണ്ടിയുടെ 2 ടയറാണ് പൊട്ടിയത്. അതുകൊണ്ട് കുറേ ടൈം എടുത്തിട്ടാണ് റെഡിയാക്കിയത്. 1 മണിക്ക് പൊട്ടിയത് 3 മണി റെഡിയാക്കി കഴിയുമ്പോൾ. അതുകൊണ്ട് പിറ്റേ ദിവസം നമ്മൾ അതിനനുസരിച്ച് ഡിലേ ആയിട്ടാണ് വീട്ടിലെത്തിയിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ റെഡിയാക്കിയിട്ടാണ് നമ്മൾ പിറ്റേന്ന് വീട്ടിലെത്തി. നമ്മൾ ജുമാക്ക് മുൻപ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വെള്ളിയാഴ്ചയാണ് എത്തിയത്. അപ്പോൾ നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ നമ്മളെ വണ്ടി വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ വീട്ടിൽ പോകണം. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വണ്ടി ഉണ്ടായിരുന്നല്ലോ, ആ വണ്ടിയിലേക്ക് ഞങ്ങളെ വണ്ടിയിൽ തന്നെ ഉള്ളത് കൊണ്ട് ആ വണ്ടിയിൽ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ഇത്ര ദിവസം ഒരു ഫാമിലി പോലെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് പിരിഞ്ഞപ്പോൾ ഒരു ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ കൂടെ ഒരു ഹിന്ദു ഫാമിലി ഉണ്ടായിരുന്നു. അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. 5 ദിവസം നമ്മൾ വേറൊരു രാജ്യത്ത് നിന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് കംപ്ലീറ്റ് വാഷ് ചെയ്യാനുണ്ടാവും. വീട്ടിൽ പോയ പണിയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നും പറയണ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.